വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. ജോയിന്റ് മെമ്പറായി GKC ട്യൂട്ടോറിയലിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ സേവനങ്ങൾക്കായി ഈ യൂട്യൂബ് ചാനൽ കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് നമ്മുടെ ഹലോ GKC ഓൺലൈൻ blogspot.com എന്ന വെബ്സൈറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ക്ലാസുകൾ സൈറ്റ് വഴിയും ലഭ്യമാക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം ബോർഡ് എക്സാമിനുള്ള മലയാളം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സത്യധർമാദി. ഇത് വിഗ്രഹിക്കുന്നത് സത്യം, ധർമ്മം, ആദിയായവ എങ്ങനെയാണ്? സത്യധർമാദി എന്നത് വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? സത്യം, ധർമ്മം, ആദിയായവ. മറ്റൊരു എക്സാമ്പിൾ, നാദതരംഗം. ഇത് വിഗ്രഹിക്കുന്നത് നാദത്തിന്റെ തരംഗം എന്നാണ്. നാദതരംഗം, നാദത്തിന്റെ തരംഗം. പൂജാ പുഷ്പങ്ങൾ. ഇത് വിഗ്രഹിക്കുന്നത് പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ എന്നാണ്. പൂജാ പുഷ്പങ്ങൾ എന്നാൽ പൂജയ്ക്കുള്ള പുഷ്പങ്ങളാണ്. താഴ്വര എന്ന പദം വിഗ്രഹിച്ച് എഴുതിയാൽ എങ്ങനെയാണ് എഴുതേണ്ടുന്നത്? വരയുടെ താഴ്ഭാഗം, അതാണ് താഴ്വര. അപ്പോൾ വിഗ്രഹിച്ച് എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ടത് എഴുതിയിരിക്കുന്ന വാക്കിന്റെ അർത്ഥമനുസരിച്ചാണ് അത് വിഗ്രഹിക്കേണ്ടുന്നത്. നാദതരംഗം, നാദത്തിന്റെ തരംഗം, അതാണ് അതിന്റെ അർത്ഥവും. പൂജാ പുഷ്പങ്ങൾ എന്നാൽ പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അർത്ഥം ക്ലിയറായി വരുന്ന രീതിയിൽ വേണം വിഗ്രഹിച്ച് എഴുതേണ്ടുന്നത്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്നത്. നെക്സ്റ്റ്, ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ അതിന് പറയുന്ന പേരാണ് നാനാർത്ഥം. ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ അതിന് പറയുന്ന പേരാണ് നാനാർത്ഥം. ഇംഗ്ലീഷിൽ സിനണിംസ്. ഒരു പദം തന്നെ ഒരേ അർത്ഥത്തിൽ ഒരൊറ്റ പദ്യത്തിൽ ആവർത്തിക്കുന്ന വാക്യദോഷത്തിന് ഒരു പേരുണ്ട്. അത് എന്താണ്? ഒരു പദം തന്നെ ഒരേ അർത്ഥത്തിൽ ഒരൊറ്റ പദ്യത്തിൽ ആവർത്തിക്കുന്ന വാക്യദോഷത്തിന് പറയുന്ന പേരാണ് ഉക്തപദം. ഉക്തപദം എന്നാണ് ഈ വാക്യദോഷത്തിന് പറയുന്ന പേര്. ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ സാധാരണഗതിയിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? അതാണ് പുളിങ്കൊമ്പ് പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുളിങ്കൊമ്പ് പിടിക്കുക എന്നാൽ അതിന്റെ അർത്ഥം ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്നതാണ്. ഇനി മുതലക്കണ്ണീർ എന്ന വാക്യത്തിന്റെ അർത്ഥം തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക എന്നതാണ്. ഇനി മറ്റൊരു പ്രയോഗം നോക്കാം, കാനന ചന്ദ്രിക. അപ്പോൾ കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ ആശയം ഉപയോഗശൂന്യമായത് എന്നാണ്. കാനന ചന്ദ്രിക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉപയോഗശൂന്യമായത്. കതിരിൽ വളം വെക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? അസ്ഥാനത്തുള്ള പ്രവൃത്തി എന്നാണ്. അതായത് കതിരിൽ വളം വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഒന്നും തന്നെയില്ല, അതുകൊണ്ടാണ് അസ്ഥാനത്തുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ കതിരിൽ വളം വെക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? അസ്ഥാനത്തുള്ള പ്രവൃത്തി എന്നാണ്. അതുപോലെ തന്നെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചർവിത ചർവണം. ഈ ആശയത്തിന്റെ അർത്ഥം പറഞ്ഞത് തന്നെ വീണ്ടും പറയുക എന്നതാണ്. ചർവിത ചർവണം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പറഞ്ഞത് തന്നെ വീണ്ടും പറയുക എന്നതാണ്. രീതിയിലുള്ള ശൈലിക്ക് മറ്റൊരു ഉദാഹരണമാണ് പമ്പ കടക്കുക എന്നുള്ളത്. അപ്പോൾ പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം തിരികെ വരാത്തവണ്ണം ദൂരത്ത് ആവുക എന്നതാണ്. തിരികെ വരാത്തവണ്ണം ദൂരത്താവുക എന്നാണ് പമ്പ കടക്കുക എന്ന ശൈലിയുടെ ആശയം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ശൈലികൾ, അതിന്റെ ആശയങ്ങൾ ഒന്നുകൂടി പറയാം. പുളിങ്കൊമ്പ് പിടിക്കുക എന്ന ശൈലിയുടെ ആശയം ശക്തരായ ആളുകളുടെ സഹായം സ്വീകരിക്കുക എന്നതാണ്. മുതലക്കണ്ണീർ, ഈ ശൈലിയുടെ ആശയം തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക എന്നാണ്. കാനന ചന്ദ്രിക, ഈ ശൈലിയുടെ ആശയം ഉപയോഗശൂന്യമായത് എന്നാണ്. കതിരിൽ വളം വെക്കുക, ഇതിന്റെ ആശയം അസ്ഥാനത്തുള്ള പ്രവൃത്തി എന്നാണ്. ചർവിത ചർവണം, അർത്ഥം പറഞ്ഞത് തന്നെ പറയുക. പമ്പ കടക്കുക, ഈ ശൈലിയുടെ ആശയം തിരികെ വരാത്തവണ്ണം ദൂരത്താവുക എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാഡ് വർക്ക്മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ്. ഈ ചൈന ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ എന്താണ്? എ ബാഡ് വർക്ക്മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ്. ഇതൊരു ചൈന ശൈലിയാണ്. ഇതിന്റെ ശരിയായ മലയാള പരിഭാഷ എന്താണ്? മോശം പണിക്കാരൻ പണിയായുധങ്ങളെ പഴിക്കും എന്നതാണ് ഇതിന്റെ അർത്ഥം. എ ബാഡ് വർക്ക്മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ്. മോശം പണിക്കാരൻ പണിയായുധങ്ങളെ പഴിക്കും.
സെയിം പാറ്റേണിലുള്ള കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ഓൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം വല്ലപ്പോഴും എന്നാണ്. ഓൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥമാണ് വല്ലപ്പോഴും. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്ന ശൈലിയുടെ അർത്ഥം കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നതാണ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. നെക്സ്റ്റ്, ഹി ഈസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റ്. ഹി ഈസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റ്. ഇതിന് സമാനമായ വാക്യം അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇംഗ്ലീഷ് ശൈലിയും അതിന്റെ മലയാള പരിഭാഷയും ഒന്നുകൂടി പറയാം. എ ബാഡ് വർക്ക്മാൻ ഓൾവേസ് ബ്ലെയിംസ് ഹിസ് ടൂൾസ്. എന്നാൽ മോശം പണിക്കാരൻ പണിയായുധങ്ങളെ പഴിക്കും എന്നാണ് അർത്ഥം. ഓൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നാൽ വല്ലപ്പോഴും എന്നാണ് മീനിങ്. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. ഇതിന്റെ അർത്ഥം കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നതാണ്. നെക്സ്റ്റ്, മറ്റു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓഫീസിൽ വരാത്തതിന് കാരണം ചോദിച്ചപ്പോൾ അയാൾ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഉരുണ്ട് കളിക്കുക എന്ന പ്രയോഗം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ്? ഓഫീസിൽ വരാത്തതിന് കാരണം ചോദിച്ചപ്പോൾ അയാൾ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത് എന്ന വാക്യത്തിൽ ഉരുണ്ട് കളിക്കുക എന്ന പ്രയോഗം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ വ്യക്തമായ ഉത്തരം തരാതെ അല്ലെങ്കിൽ പറയാതെ മറ്റെന്തെങ്കിലും പറയുക, അതാണ് ഇതിന്റെ അർത്ഥം. വ്യക്തമായ ഉത്തരം പറയാതെ മറ്റെന്തെങ്കിലും പറയുക എന്നതിന്റെ പ്രയോഗമാണ് ഉരുണ്ട് കളിക്കുക എന്നുള്ളത്. നെക്സ്റ്റ്, ഇടവം പ്ലസ് പാതി. ഇവ ചേർത്താൽ ഇടവപ്പാതി. ഓടി പ്ലസ് ചാടി ഓടിച്ചാടി. പൂഞ്ചോല. പൂ പ്ലസ് ചോലയാണ് പൂഞ്ചോല. ഹിമാലയം എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഹിമ പ്ലസ് ആലയം, അതാണ് ഹിമാലയം. എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേര് എന്താണ്? എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ആശ്ചര്യ ചിഹ്നം. അപ്പോൾ വിക്ഷേപണി എന്ന ചിഹ്നം ഏതാണ്? അപ്പോൾ വിക്ഷേപണി എന്ന ചിഹ്നം അത്ഭുതത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് വിക്ഷേപിണി. സെമികോളൻ എന്നതിന് സമാനമായ മലയാള പദം ഏതാണ്? സെമികോളൻ എന്നതിന് സമാനമായ മലയാള പദമാണ് അർത്ഥവിരാമം. ഇനി ഒരു വാക്യം പറയാം, അതിൽ ചേർക്കേണ്ട ചിഹ്നം ഏതാണെന്ന് കണ്ടെത്തണം. അയ്യോ, ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഈ വാക്യത്തിൽ അയ്യോ എന്ന പദം കഴിഞ്ഞ് ചേർക്കേണ്ട ശരിയായ ചിഹ്നം ഏതാണ്? അതെല്ലാവർക്കും അറിയാം. അയ്യോ എന്ന് കഴിഞ്ഞാൽ ചേർക്കേണ്ട ചിഹ്നം ആശ്ചര്യ ചിഹ്നമാണ്, എക്സ്ക്ലമേഷൻ മാർക്കാണ്. ഒരു സെന്റൻസ് തന്നിട്ട് ശരിയായ ചിഹ്നം ചേർക്കുക എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ സാധാരണയായി ചോദിക്കാറുണ്ട്. അതായത് ശരിയായ ചിഹ്നം ചേർക്കുക. സെന്റൻസ് തരും, അതായത് അച്ഛൻ ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നാണ്. അപ്പോൾ ഇതിന് ഈ രീതിയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ചിഹ്നങ്ങൾ ആഡ് ചെയ്യുക, അതാണ് ശരിയായ രീതി. അദ്രി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അദ്രി എന്ന വാക്കിന്റെ അർത്ഥം പർവ്വതം എന്നാണ്. നാഗം എന്ന വാക്കിന്റെ അർത്ഥം സ്വർഗമെന്നാണ്. നാക്കം എന്ന വാക്കിന്റെ അർത്ഥം സ്വർഗമെന്നാണ്. ഇല, ചിറക്, കത്ത് എന്നീ അർത്ഥങ്ങൾ ഉള്ള വാക്കാണ് പത്രം. ഇല, ചിറക്, കത്ത് എന്നീ അർത്ഥങ്ങളുള്ള വാക്കാണ് പത്രം എന്നത്. ഉദ്ദേശം, ഉദ്ദേശ്യം ഈ വാക്കുകളുടെ അർത്ഥം ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന ജോഡി ഏതാണെന്ന് കണ്ടെത്തണം. ഉദ്ദേശം, ഉദ്ദേശ്യം എന്നീ വാക്കുകളിലെ അർത്ഥം ഇതേ ക്രമത്തിൽ തന്നെ യോജിച്ചു വരുന്ന ജോഡി ഏതാണെന്ന് കണ്ടെത്തണം. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ലക്ഷ്യം, ഏകദേശം, ആഗ്രഹം, അഹങ്കാരം, ഏകദേശം, ലക്ഷ്യം, അഹങ്കാരം, ആഗ്രഹം. അപ്പോൾ ഇതിന്റെ ശരിയായ ഉത്തരം ഏകദേശം, ലക്ഷ്യം എന്നതാണ്. അതായത് ഉദ്ദേശം, ഉദ്ദേശ്യം ഈ വാക്കുകളുടെ അർത്ഥത്തിൽ, അതായത് ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന ജോഡിയാണ് ഏകദേശം, ലക്ഷ്യം. അർത്ഥവ്യത്യാസം കൊണ്ട് കൂട്ടത്തിൽ ചേരാത്ത പദം തിരഞ്ഞെടുത്തെഴുതുക. വ്യത്യാസം കൊണ്ട് കൂട്ടത്തിൽ ചേരാത്ത പദം തിരഞ്ഞെടുത്തെഴുതാനാണ്. അതായത് ആമോദം, ആനന്ദം, ആരവം, ആഹ്ലാദം. അപ്പോൾ ആമോദം, ആനന്ദം, ആഹ്ലാദം എന്നാൽ സന്തോഷം എന്ന് തന്നെയാണ് അർത്ഥം. ഇതിൽ അർത്ഥവ്യത്യാസമുള്ളത് ആരവത്തിനാണ്. ആരവമാണ് കറക്റ്റ് ആൻസർ. ഞാൻ പോകാം എന്നത് ഏത് പ്രകാര രൂപമാണ്? ഞാൻ പോകാം എന്നത് ഏത് പ്രകാര രൂപമാണ്? അനുജ്ഞായക പ്രകാരം. അപ്പോൾ പ്രകാരങ്ങൾ 4 രീതിയിലാണ് ഉള്ളത്. അതായത് നിർദ്ദേശക പ്രകാരം, നിയോജക പ്രകാരം, അനുജ്ഞായക പ്രകാരം, വിധായക പ്രകാരം. ഇതാണ് 4 പ്രകാരങ്ങൾ. നിർദ്ദേശക പ്രകാരം എന്നാൽ ന്നു ഇതിൽ അവസാനിക്കുന്ന വാക്കുകളാണ്. അതായത് നടക്കുന്നു, ന്നു എന്നാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ഇത് നിർദ്ദേശക പ്രകാരമാണ്. അടുത്തത് നിയോജക പ്രകാരമാണ്. അപ്പോൾ
ടേ എന്ന് അവസാനിക്കുന്ന വാക്ക് നിയോജക പ്രകാരത്തിന് ഉദാഹരണമാണ്. അതായത് നടക്കട്ടെ. നെക്സ്റ്റ് അനുജ്ഞായക പ്രകാരമാണ്. ഇത് അവസാനിക്കുന്നത് ആം എന്ന സൗണ്ടിലാണ്. അതായത് നടക്കാം, വിളിക്കാം, ഇരിക്കാം. ഇതൊക്കെ അനുജ്ഞായക പ്രകാരങ്ങളാണ്. നെക്സ്റ്റ് വിധായക പ്രകാരം. ഇത് അവസാനിക്കുന്നത് അം എന്ന സൗണ്ടിലാണ്. അതായത് നടക്കണം. പ്രകാരങ്ങൾ വളരെ സിമ്പിൾ ആണ്. നു എന്ന് അവസാനിക്കുന്നത് നിർദ്ദേശക പ്രകാരം, ടേ എന്ന സൗണ്ടിൽ അവസാനിക്കുന്നത് നിയോജക പ്രകാരം, ആം എന്ന സൗണ്ടിൽ അവസാനിക്കുന്നത് അനുജ്ഞായക പ്രകാരം, അം എന്ന സൗണ്ടിൽ അവസാനിക്കുന്നത് വിധായക പ്രകാരം. അതായത് നടക്കുന്നു എന്നത് നിർദ്ദേശക പ്രകാരത്തിന് ഉദാഹരണമാണ്. നടക്കട്ടെ എന്നത് നിയോജക പ്രകാരത്തിന് ഉദാഹരണമാണ്. നടക്കാം എന്നത് അനുജ്ഞായക പ്രകാരത്തിന് ഉദാഹരണമാണ്. നടക്കണം എന്നത് വിധായക പ്രകാരത്തിന് ഉദാഹരണമാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബഹുവചന സ്വഭാവമുള്ള പദം ഏതാണെന്ന് കണ്ടെത്തണം. ബഹുവചന സ്വഭാവമുള്ള പദം തന്നിരിക്കുന്ന ഓപ്ഷൻസ് സ്വാമികൾ, വൈദ്യർ, തിരുവടികൾ, അധ്യാപകർ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അധ്യാപകർ ആണ് ബഹുവചന സ്വഭാവമുള്ള പദങ്ങൾ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.